ഗ്രീൻ ചില്ലി, അത് ഒലീവ് ഓയിലിൽ ഫ്രൈ ചെയ്ത് സീ സാൾട്ട് ഇട്ടെടുക്കുന്നതാണ്. നിർമ്മിച്ച കാലഘട്ടത്തിൽ ഇതൊരു മുസ്ലിം പള്ളിയായിരുന്നു. അതിന് മേലെയാണ് ഈ ഒരു ചർച്ച് നിർമ്മിച്ചിട്ടുള്ളത്. ഒരു മിഡിൽ ഈസ്റ്റ് സ്റ്റൈലാണത്. അത് തന്നെയാണ് മറ്റു യൂറോപ്യൻ സിറ്റികളിൽ നിന്നും അലിഗാന്തേനെ വ്യത്യസ്തമാക്കുന്നത്. വിന്റർ, സമ്മർ, സ്പ്രിംഗ്, ഓട്ടം അങ്ങനെ എല്ലാ വെതറും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ, എന്നാൽ വർഷം മുഴുവൻ സണ്ണി ആയിട്ടൊരു നഗരം യൂറോപ്പിലുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതാണ് സ്പെയിനിലെ അലിഗാന്തേ സിറ്റി. റോമൻസ് ഇവരെ വിശേഷിപ്പിച്ചിരുന്നത് സിറ്റി ഓഫ് ലൈറ്റ്സ് അഥവാ പ്രകാശത്തിന്റെ നഗരം എന്നാണ്. ഇന്നത്തെ നമ്മുടെ വീഡിയോ അലിഗാന്തേ സിറ്റിയിലെ കാഴ്ചകളും വിശേഷങ്ങളുമാണ്. നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ട് ആണ് സിറ്റി എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിനു വേണ്ടി ആദ്യം മൊബിലിസ് എന്ന് പറയുന്ന ഒരു ഫിസിക്കൽ കാർഡ് €2 കൊടുത്ത് നമ്മൾ മേടിക്കണം. ഇത് മെയിനായിട്ട് മെട്രോ സ്റ്റേഷൻ അല്ലെങ്കിൽ ടൊബാക്കോ ഷോപ്പുകളിലൊക്കെയാണ് മേടിക്കാൻ കിട്ടുന്നത്. അതിനുശേഷം നമ്മൾ റീചാർജ് ചെയ്യണം. ഇതും സ്റ്റേഷനടുത്ത് അല്ലെങ്കിൽ ട്രാമിന്റെ അകത്തൊക്കെ നമുക്ക് റീചാർജ് ചെയ്യാവുന്നതാണ്. ഓരോ തവണ പബ്ലിക് ട്രാൻസ്പോർട്ടിൽ എൻ്റർ ആവുമ്പോഴും നമ്മൾ ഈ ഒരു കാർഡ് സ്വൈപ്പ് ചെയ്യണം. അതുപോലെ ഈ ഒരു കാർഡ് റീചാർജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സിംഗിൾ ട്രാവല് അല്ലെങ്കിൽ 10 ട്രാവലിന്റെ ഒരു പാക്ക് റീചാർജ് ചെയ്യാൻ പറ്റും. നമ്മൾ 10 ട്രാവലിന്റെ ഒരു പാക്കാണ്, കാരണം നമ്മൾ 3 പേരുണ്ട്. 3 പേർക്കും നമ്മൾ €2 കൊടുത്ത് സെപ്പറേറ്റ് കാർഡ് എടുക്കേണ്ട ആവശ്യമില്ല. സിംഗിൾ കാർഡിൽ തന്നെ ഈ ഒരു 10 ട്രാവല് റീചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഓരോ തവണ എൻ്റർ ആകുമ്പോഴും 3 തവണ സ്വൈപ്പ് ചെയ്താൽ മതി. നമ്മളുടെ ആദ്യത്തെ ലൊക്കേഷൻ സെൻട്രൽ മാർക്കറ്റ് ആണ്. ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള ഫുഡ് പ്രൊഡക്ട്സ് ഒക്കെ മേടിക്കാൻ പറ്റിയ ഒരു പെർഫെക്റ്റ് ലൊക്കേഷൻ ആണ്. നമ്മൾ ഷോപ്പിംഗ് അല്ല, മെയിൻ ആയിട്ട് ആ ഒരു വൈബ് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ ഈവനിങ് ഒരു 3-4 മണിയൊക്കെ ആകുമ്പോഴേക്ക് ഇവർ ക്ലോസ് ചെയ്യും. അപ്പോൾ എപ്പോഴും രാവിലെ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ബെറ്റർ ആയിരിക്കും. സെൻട്രൽ മാർക്കറ്റിന്റെ തൊട്ടടുത്ത് തന്നെയാണ് അലിഗാന്തേ ഓൾഡ് ടൗൺ. നോർമലി യൂറോപ്പിലെ ഒരു ഓൾഡ് ടൗൺ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരിക ഒരു വലിയ സ്ക്വയർ, അതിന്റെ സെൻട്രൽ ഒരു ചർച്ച്, അതിന് ചുറ്റും ഒത്തിരി പഴയ ബിൽഡിങ്സ് ഒക്കെ ആയിട്ട് ഒരു സെറ്റപ്പാണ്. എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഇവിടുത്തെ ഓൾഡ് ടൗൺ എന്ന് പറയുന്നത് ഭയങ്കര ചെറിയ നാരോ ആയിട്ടുള്ള ഇടവഴികളുടെ 2 സൈഡിലും പഴയ ടൈപ്പ് കളർഫുൾ ആയിട്ടുള്ള വീടുകൾ. ആ ഒരു വീടുകളെ വ്യത്യസ്തമാക്കുന്നത് അവരുടെ ആ ഒരു ഭയങ്കര ബ്രൈറ്റ് പെയിന്റും അതുപോലെ അവർ യൂസ് ചെയ്തിട്ടുള്ള ഡെക്കറേഷൻസും ആണ്. മെയിൻ ആയിട്ട് ബ്ലൂ ആൻഡ് വൈറ്റ് ടൈൽസിന്റെ പീസുകൾ വെച്ചിട്ടാണ് ഇവർ ഇതൊക്കെ ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. വീടുകൾ മാത്രമല്ല, ഇതിനകത്ത് ഒത്തിരി റെസ്റ്റോറൻറ്റ്സും ബാറും ഒക്കെ ഉണ്ട്. ഇവരൊക്കെ മെയിൻ ആയിട്ട് ആക്റ്റീവ് ആവുക നൈറ്റ് ടൈമിലാണ്. ഒരു ഈവനിങ് നൈറ്റ് ടൈമിലൊക്കെ ഈ ഒരു ഓൾഡ് ടൗൺ ഏരിയയിൽ വന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു വൈബ് നമുക്ക് ശരിക്കും മനസ്സിലാകും. ഇതിനകത്തുള്ള വഴികള് നാരോ മാത്രമല്ല, ഭയങ്കര സ്റ്റീപ്പാണ്, കുത്തനെയുള്ള കയറ്റം. അപ്പോൾ ചെറിയൊരു ടൈം കൊണ്ടൊന്നും നമുക്ക് ഓടി നടന്ന് കാണാൻ പറ്റില്ല. കുറച്ച് റിലാക്സ് ചെയ്ത് ടൈം എടുത്തേ ഓൾഡ് ടൗൺ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുള്ളൂ. ഈ ഒരു ഓൾഡ് ടൗണിന്റെ ഉള്ളിലുള്ള ഒരു ഹിഡൻ ജമാണ് സാന്റാക്രൂസ് എന്ന് പറയും. അതിനെ വ്യത്യസ്തമാക്കുന്നത് അവരുടെ ആ ഒരു ബ്ലൂ പെയിന്റും അവർ യൂസ് ചെയ്തിട്ടുള്ള ഡെക്കറേഷൻസും ആണ്. ഓൾഡ് ടൗണിന്റെ ഏകദേശം ഒരു ടോപ്പിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അലിഗാന്തേ സിറ്റിയുടെയും അറ്റ്ലാന്റിക് ഓഷന്റെയും നല്ല ഒരു ടോപ്പ് വ്യൂ കാണാൻ പറ്റും. നമ്മൾ ഈ ഒരു ട്രാവൽ ചെയ്യുന്നത് ജനുവരിയിൽ ഒരു വീക്കെൻഡ് ആണ്. നമ്മൾ ട്രാവൽ ചെയ്യുന്ന ഡേ അലിഗാന്തേയിൽ യെല്ലോ വിൻഡ് വാർണിംഗ് ആണ്. സാധാരണ കാറ്റ് എന്ന് പറയുന്നത് ഒരു 8 തൊട്ട് 30 വരെ km/h ആണ് ഉണ്ടാവാറ്. എന്നാൽ നമ്മൾ അവിടെ എത്തിയിട്ടുള്ള ദിവസം 80 km/h ആയിരുന്നു കാറ്റിന്റെ ശക്തി. അപ്പൊ നമുക്ക് ഏകദേശം ഊഹിക്കാൻ പറ്റും, അത്യാവശ്യം നല്ല കാറ്റുള്ള ഡേ ആയിരുന്നു. അതുകൊണ്ട് തന്നെ അലിഗാന്തേ സിറ്റിയിൽ മസ്റ്റ് വിസിറ്റ് ആയി പറയുന്ന സാന്താ ബർബര കാസില് നമുക്ക് വിസിറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതൊരു ടോപ്പസ്റ്റ് പോയിന്റ് ആണ്. അതുകൊണ്ട് തന്നെ കാറ്റ് ഇത്ര ശക്തി ഉള്ളതുകൊണ്ട് അവരത് ക്ലോസ് ചെയ്ത് വെച്ചു.
ഫുഡിന് ഒത്തിരി ഓപ്ഷൻ ഉള്ള, പ്രത്യേകിച്ച് സീ ഫുഡൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കുള്ള ഒരു ബെസ്റ്റ് പ്ലേസ് ആണ് അലിഗാന്തെ എന്ന് പറയുന്നത്. അപ്പോൾ അലിഗാന്തെ വിസിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവര് നല്ല റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഒന്ന് നോക്കി വെക്കുന്നത് നല്ലതായിരിക്കും. പ്രത്യേകിച്ച് ഡിന്നർ ടൈമിൽ നല്ലൊരു റെസ്റ്റോറൻറ്റിൽ ടേബിൾ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ റിസർവ് ചെയ്യണം. ഉച്ചയ്ക്ക് നമ്മൾ മെയിൻ ആയിട്ട് പയല, അതായത് റൈസ് എല്ലാ സീ ഫുഡും കൂടി മിക്സ് ചെയ്തുണ്ടാക്കുന്ന ഐറ്റം, അതും ഗാർലിക് പ്രോൺസ് എന്ന് പറയുന്ന അലിഗാന്തയുടെ തന്നെ ഒരു ഹൈലൈറ്റ് ഡിഷുമാണ്. ഇത് മെയിൻ ആയിട്ട് പ്രോൺസ് ബട്ടറും വെളുത്തുള്ളി മാത്രം വെച്ച് കുക്ക് ചെയ്തെടുക്കുന്ന ഒരു ഡിഷാണ്. അലിഗാന്തെ സിറ്റിയിലെ ഏറ്റവും പഴക്കം ചെന്ന ചർച്ച് ബസിലിക്ക സാന്താ മരിയ, അതാണ് നമ്മളുടെ നെക്സ്റ്റ് ലൊക്കേഷൻ. അത് മാത്രമല്ല, ഈ ഒരു സിറ്റിയിലെ ഏറ്റവും പഴക്കം ചെന്ന ബിൽഡിംഗ് കൂടിയാണിത്. 14ാം സെഞ്ചുറിയിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. നിർമ്മിച്ച കാലഘട്ടത്തിൽ ഇതൊരു മുസ്ലിം പള്ളിയായിരുന്നു. അതിന് മേലെയാണ് ഈ ഒരു ചർച്ച് നിർമ്മിച്ചിട്ടുള്ളത്. അതുകൂടാതെ 7 പോപ്പുകളെ ഇവിടെ അടക്കം ചെയ്തിട്ടുണ്ട്. ദി എക്സ്പ്ലനാദ എസ്പാന, അലിഗാന്തെ സിറ്റിയുടെ ഒരു പുതിയ ഫേസ് ആണിത്. സാധാരണ യൂറോപ്യൻ കൺട്രീസിൽ ഓപ്പൺ ആയിട്ട് ഇങ്ങനെ മൊസൈക്ക് ഇട്ട ഒരു ബീച്ച് ഏരിയ നമുക്ക് കാണാൻ സാധിക്കില്ല. ഒരു മിഡിൽ ഈസ്റ്റ് സ്റ്റൈലാണത്. അത് തന്നെയാണ് മറ്റു യൂറോപ്യൻ സിറ്റികളിൽ നിന്നും അലിഗാന്തെനെ വ്യത്യസ്തമാക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ ബീച്ച് സൈഡിലേക്ക് മൂവ് ചെയ്യാണ്. അലിഗാന്തെയുടെ ഒരു മെയിൻ ഏരിയ എന്ന് പറയുന്നത് കോസ്റ്റൽ ഏരിയ ആണ്. അതുപോലെ തന്നെ ഇയർലി ഏറ്റവും കൂടുതൽ സണ്ണി ആയതുകൊണ്ട് തന്നെ ബീച്ച് ലവേഴ്സിന്റെ ഒക്കെ ഒരു ഫേവറേറ്റ് ലൊക്കേഷൻ ആണ് അലിഗാന്തെ എന്ന് പറയുന്നത്. അലിഗാന്തെ എന്ന് പറയുന്നത് ഒരു വോക്കബിൾ സിറ്റിയാണ്. ആ ഒരു സിറ്റിയുടെ അകം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വേറെ ഒരു പബ്ലിക് ട്രാൻസ്പോർട്ടോ ടാക്സിയോ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് നടന്ന് തന്നെ കാണാം. പിന്നെ നടക്കാനൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ബീച്ചിന്റെ സൈഡിലൂടെ നമുക്ക് നടക്കാനുള്ള നല്ല അടിപൊളി വഴികളുണ്ട്. നമ്മൾ ഈ ഒരു ട്രാവൽ ചെയ്യുന്നത് ജനുവരി ആണെങ്കിൽ പോലും ടെമ്പറേച്ചർ ഒരു 20-22 ഡിഗ്രി സെൽഷ്യസ് ഉണ്ട്. അതിന്റെ കൂടെ സണ്ണും ഉണ്ട്. അപ്പൊ ബീച്ചിൽ നിന്ന് വരുന്ന കാറ്റൊക്കെ കൊണ്ട് നമുക്ക് നടക്കാം. സൺസെറ്റ് ടൈം നമ്മൾ ബീച്ച് ഏരിയയിലാണ് സ്പെൻഡ് ചെയ്തത്. ടെമ്പറേച്ചർ 22 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് പറഞ്ഞാലും വെള്ളത്തിന് തണുപ്പുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കുളിക്കാനോ വെള്ളത്തിൽ ഇറങ്ങാനോ ഒന്നും പറ്റിയൊരു വെതർ ആയിരുന്നില്ല. നൈറ്റ് നമ്മൾ ഈ ഒരു ബീച്ചിനോട് ചേർന്ന ഒരു റെസ്റ്റോറൻറ്റിൽ ഡിന്നർ ടേബിൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി കാലത്തെ ഒരു ആഗ്രഹമാണ് ഓയിസ്റ്റർ ട്രൈ ചെയ്യാന്ന് പറയുന്നത്. ഓയിസ്റ്റർ ശരിക്കും കുക്ക് ചെയ്യാതെ ആ ഒരു പച്ച ഓയിസ്റ്ററിൽ നമ്മൾ ചെറുനാരങ്ങ പിഴിഞ്ഞിട്ടാണ് കഴിക്കുന്നത്. അപ്പൊ ഇതുവരെ നമ്മൾ ട്രൈ ചെയ്തിട്ടില്ല. എനിക്ക് ഇഷുവിനും ഇതൊന്ന് ട്രൈ ചെയ്യണമെന്നുണ്ട്, പക്ഷെ നമ്മൾ ഇഷുവിന് കൊടുത്തിട്ടില്ല. കുറച്ച് കഴിച്ചോക്കട്ടെ. പിന്നെ ഇവിടെയുള്ള റെസ്റ്റോറൻറ്റ്സിൽ മെയിൻ ആയിട്ട് കണ്ടുവരുന്ന ഒരു സ്റ്റാർട്ടറാണ് ഗ്രീൻ ഫ്രൈഡ് ചില്ലി. എരിവില്ലാത്ത ഗ്രീൻ ചില്ലി, അത് ഒലീവ് ഓയിലിൽ ഫ്രൈ ചെയ്ത് സീ സാൾട്ട് ഇട്ടെടുക്കുന്നതാണ്. പക്ഷെ അതിന് എരിവില്ല, ഒട്ടും എരിവില്ല. നമ്മൾ സ്റ്റേ എടുത്തിട്ടുള്ളത് അലിഗാന്തെ സിറ്റിയിൽ നിന്നും കുറച്ച് ഉള്ളിലോട്ടാണ്. അതുകൊണ്ട് തന്നെ രാവിലെ ഹോട്ടലിൽ നിന്നും സിറ്റിയിലേക്കും പിന്നെ രാത്രി തിരിച്ച് സിറ്റിയിൽ നിന്നും ഹോട്ടലിലേക്കും മാത്രമാണ് നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. അതിന്റെ ഇടയിൽ ഒരു സ്പേസിലും നമ്മൾ പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്തിട്ടില്ല.
നമ്മൾ ഈ ഒരു ട്രാവല് വീക്കെൻഡ് പ്ലാൻ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അലിക്കാന്ത എന്ന് പറയുന്നത് ഭയങ്കര ഒരു കുഞ്ഞു സിറ്റിയാണ്, നമുക്കൊരു ഡേ കൊണ്ടൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അപ്പൊ സൺഡേ നമുക്ക് വേറെ പ്ലാൻ ഒന്നുമില്ല, അപ്പൊ നമ്മൾ അതിനനുസരിച്ചായിട്ടാണ് സ്റ്റേ എടുത്തിട്ടുള്ളത്. നമുക്കൊന്ന് റിലാക്സ് ആവാനും ഫാമിലി ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ പറ്റിയ തരത്തിലൊരു സ്റ്റേ ആണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. യൂറോപ്പ് ഒക്കെ വിസിറ്റ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് വിന്റർ ടൈമിൽ മറ്റ് സിറ്റീസിലൊക്കെ നല്ല തണുപ്പായിരിക്കും. അപ്പൊ അതിന്നൊരു എസ്കേപ്പ് വേണം എന്നുള്ളവർക്ക് പറ്റിയ ഒരു പെർഫെക്റ്റ് സ്പോട്ടാണ് അലിക്കാന്തെ സിറ്റി. അത് മാത്രമല്ല, ഫുഡൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കാണെങ്കിൽ പ്രത്യേകിച്ച് സീ ഫുഡ് അവർക്കും കൂടി വേണ്ടിയിട്ടുള്ള ഒരു ലൊക്കേഷനാണ് അലിക്കാന്തെ. ഇതൊക്കെയാണ് നമ്മുടെ അലിക്കാന്തെ സിറ്റിയിലെ വിശേഷങ്ങൾ. എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു, ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറ്റൊരു യാത്രാ വിശേഷവുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.